തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീടിന് തീയിട്ട് പ്രതികാരം ചെയ്ത കുപ്രസിദ്ധ ഗുണ്ട പഞ്ചായത്തുണ്ണി പിടിയിൽ. വീട് ആക്രമിച്ചതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ പകയിൽ ഇന്നലെ രാത്രിയാണ് ഫാത്തിമപുരത്ത് ഇയാൾ വീട് കത്തിച്ചത്. മുരുക്കുംപുഴയിലെ രഹസ്യ കേന്ദ്രം വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുണ്ടല്ലോ, ഇതിന് കാരണമായ സംഭവം എന്താണ്? ക്രിസ്റ്റീന, ഒരു ഗുണ്ടാ വിളയാട്ടം തന്നെയായിരുന്നു ഇന്നലെ കഴക്കൂട്ടം ഫാത്തിമപുരത്ത് വെച്ച് നടന്നത്. ഈ നേരത്തെ ഒരു കേസിൽ പരാതിപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നു ഈ പഞ്ചായത്തുണ്ണി എന്ന് വിളിക്കുന്ന രതീഷ് ഈ സ്റ്റാലൻ എന്ന കൽപ്പന കോളനിക്ക് സമീപമുള്ള സ്റ്റാലൻ്റെ വീട് തീയിടുന്നത്. അതും ഒരു പാർവതി പുത്തനാർ നീന്തിക്കയറി അതിൻ്റെ മറുകരയിലുള്ള ഈ വീട് തീയിടുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്റ്റാലൻ്റെ മാതാവിൻ്റെ വീട് കയറി ഇയാൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ കേസ് കൊടുത്തു, പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഈ പഞ്ചായത്തുണ്ണി എന്ന ആൾ ഒരു പ്രദേശത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ്. 40-ലധികം കേസുകളുണ്ട് ഇയാൾക്കെതിരെ. ഇയാൾ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ ഉൾപ്പെടെ കഴിഞ്ഞതാണ്. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും 2-ലധികം കേസുകൾ ഇയാൾ ഉണ്ടാക്കി. അതിൽ ചിലത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരുന്നു പോലീസ് ചുമത്തിയത്, ചിലതിന് പോലീസിന് ഇയാളെ പിടികൂടാനും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ വീട് കയറിയുള്ള ഒരു ആക്രമണത്തിൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചതിന് ശേഷമായിരുന്നു ഈ ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇന്നലെ ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. ഇയാളുടെ സുഹൃത്തുക്കളുമായാണ് ഒളിവിൽ പോയത്. അതിനിടയിലാണ് മുരുക്കുംപുഴയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഇയാളുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ വീട് വളഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ക്രിസ്റ്റീന, ശരി, വീട് കയറിയ ആക്രമണത്തിൽ പരാതി നൽകിയതിന് വീണ്ടും പ്രതികാരമായി ഫാത്തിമപുരത്തെ വീട് കത്തിക്കുന്നു. രഹസ്യ കേന്ദ്രം വളഞ്ഞ് പോലീസ് ഇയാളെ പിടികൂടി. കൂടുതൽ നടപടികൾ ഉണ്ടാകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്.